ये देखो ऐसा मिलता है। लो बे आप कुछ बोलो मेरे आग में देखो बोलो अबे सेट सेट आप मैंने देखो मैंने मेरे आग में देखो खाते ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോ മാർക്ക്. ഇന്ന് നമ്മൾ മുംബൈയിൽ തന്നെ ഉള്ള ഒരു ഡോഗിനെയാണ് കാണാൻ പോണത്. ഒരു ഡോബർമാനാണ് ബ്രീഡ്. അതിനെക്കുറിച്ചിട്ടുള്ള ഫുള്ള് വിവരങ്ങൾ അവൻ്റെ ഓണറുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്. വേറെ നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ ഒപ്പം ഓടുന്ന പ്രശ്നമുണ്ട്. പിന്നെ ആൾക്കാരെ മേല് കയറുക, അടിക്കൊന്നുമില്ല, ഇങ്ങനെ സ്മെല്ല് ചെയ്യുക, ആരെങ്കിലും അഗ്രഷനാണ്. പക്ഷെ കഴിഞ്ഞാൽ അങ്ങനെ കടിക്കൂല, പക്ഷെ ഇങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ട്. വേറെയുള്ള മെയിൽ ഡോഗ്സിനൊക്കെ നമുക്കൊന്നും ബാക്കി നോക്കിയത് ഈ പുള്ളിങ്ങാണ് മെയിൻ. പിന്നെ യൂറോപ്പിനായി കാരണം നമ്മളെ കണ്ണൂര് സുജി. ആ ക്രോപ്പിംഗ് കഴിഞ്ഞിട്ട് ട്രെയിനിൽ കൊണ്ടുവന്ന ഡോഗുകളെ കാണുമ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുക ആള്. അടുത്ത് വന്നു കഴിഞ്ഞാലോ കടിക്കാൻ വന്നു കഴിഞ്ഞാലോ മുപ്പർക്ക് ഒരു കൂസല് ഓടിപ്പോകും. ആ അവിടെ അയച്ചു വിടലുണ്ട്. അങ്ങനെ അടുത്ത് ഒരു നായനൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം ഓടും. പിന്നെ എത്ര വിളിച്ചാൽ പിന്നെ നായ്ക്കളെ കണ്ടു കഴിഞ്ഞാലൊന്നും അങ്ങനെ വരില്ല. അതിൻ്റെ ഒപ്പം എത്ര ദൂരം വരെ പോകാൻ പറ്റുമോ അത്രയും ദൂരം വരെ പോകും, പിന്നാലെ പോകും. നമ്മളതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളെ മുന്നിലോടും, പിടിക്കാനും സമ്മതിക്കില്ല, വെട്ടിച്ച് ഇങ്ങനെ കളിക്കും. പിന്നെ ആ നായ്ക്കൾ എങ്ങോട്ടെങ്കിലും പോകണം, മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ അവനോട് ഇരിക്കാൻ പറഞ്ഞാൽ റോട്ടുമില്ല എവിടെ വേണമെങ്കിലും ഇരിക്കും. ഇതുവരെ നോക്കിയിട്ടില്ലേ? വീടിൻ്റെ ഉള്ളിലല്ല, പുറത്ത്. കോമ്പൗണ്ട് അല്ല, ഇങ്ങനെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ. ഒരു വയസ്സ് വരെ ആ ഗ്രൗണ്ടിൻ്റെ പുറത്തേക്കാണ് കിടക്കലില്ലേന്ന്. പിന്നെ ഇപ്പോൾ ഒറ്റ ഓട്ടം. നമ്മൾ അവിടെ വന്നതിന് ഒരു ദിവസം കൊണ്ട് സെറ്റാവുമോ? അതവിടെ നിർത്തി പോരേണ്ടി വരുമോ? പിന്നെ ഒരാഴ്ച ആയിട്ട് വന്ന് എടുക്കുക. ഇവന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദേശത്തിൽ നമ്മൾ ആളെ കഴിച്ചിലാവാൻ വേണ്ടിയിട്ട് ഓൻ പറഞ്ഞൊക്കെ കേൾക്കും. പിന്നെ ഓനാണ്ട് ഫ്രീ മൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻജോയ് ആണ്. അമ്മ അറിയാം എപ്പോഴും എൻ്റെ നായക്ക് മറ്റേ പെഡിഗിരി അല്ല മേടിച്ചു കൊടുത്ത് ജവനപ്രാവശ്യം ഇതൊക്കെ മേടിച്ചു കൊടുക്കുക, ബുദ്ധി വെക്കട്ടെ. ഞാൻ പറയും ഇപ്പം അതിന് 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ 2-3-4 വയസ്സുള്ള കുട്ടീൻ്റെ പ്രായം ആ കളിയാണ്. ആദ്യം 7 മാസത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു, ചെരുപ്പ് കടിക്കുക. ഇപ്പോഴും അതന്നെ ഉണ്ട്, തുണി കടിച്ച് കീറുക, ചെരുപ്പ് കടിക്കുക. ഞാൻ ബെഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു അതിന് കിടക്കാൻ. കിടത്തി പിറ്റേ ദിവസം വന്നപ്പോൾ പഞ്ഞൊക്കെ വിതറി വാരി എറിഞ്ഞ് ഫുള്ള് പഞ്ഞിക്കളിയാക്കി. കണ്ണിലും മൂക്കിലും തൊള്ളയിലും മേലും കുറേ മെനക്കെട്ട് പൈസയും കളഞ്ഞ് 1500 റുപ്യേൻ്റെ ഒക്കെ ബെഡ് ഓർഡർ ചെയ്താണ്ട് ഒരു സാധനം ഇതാക്കാറില്ല. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കൊടുത്തിരുന്നു. 3 ലൈറ്റ് ഞാൻ ഇട്ട് കൊടുത്ത്. 3 ലൈറ്റും ഏന്തി ചാടി പിടിച്ച് കടിച്ച് പൊട്ടിച്ച്. കൈ കൊണ്ട് എന്തൊക്കെ നശിപ്പിക്കാൻ പറ്റും അതൊക്കെ നശിപ്പിക്കും. വണ്ടി ആണെങ്കിലോ എന്ത് സാധനം കിട്ടി കഴിഞ്ഞാലോ, കുട്ടികളെ കളിപ്പാട്ടൊക്കെ ആണെങ്കിൽ കടിച്ച് ചതച്ച് മുറിച്ചിടും. ബോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കടിച്ച് എങ്ങനെയെങ്കിലും, ഏത് ടെന്നീസ് ബോളാണെങ്കിലും പ്ലാസ്റ്റിക് ബോളാണെങ്കിലും കടിച്ച് പൊടിയാക്കിയിടും. അങ്ങനെ ഒരു സ്വഭാവമാണ്.
എന്ത് കിട്ടിയാലും പൊട്ടിക്കണം, പൊട്ടിച്ച് പൊടിയാക്കണം. ചിലപ്പോൾ കൊള്ളി കടിച്ച് പൊട്ടിച്ച് തിന്നുക, തേങ്ങേൻ്റെ അത് ചകിരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച്, ചിലപ്പോൾ പച്ച ചകിരിയൊക്കെ ആണെങ്കിൽ കടിച്ച് തിന്നും. അങ്ങനെയൊക്കെ ഒരു മൈൻഡാ. ഇപ്പോൾ വേറെ നായ്ക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൻ്റെ അടുത്തേക്ക് ഒരു ഇങ്ങനെ ചാടി കളിച്ച് ഇങ്ങനെ വരും, ഇങ്ങനെ തുള്ളി കളിച്ചാണ്ട്. അപ്പോൾ ഇവനും അതേമാതിരി തന്നെ തുള്ളി കളിച്ചാണ്ട് ഇങ്ങനെ അതിൻ്റെ അറ്റിങ്ങളൊപ്പം ഇങ്ങനെ കൂടിയാണ്ട് ഒറ്റ ഓട്ട. പിന്നെ അറ്റിങ്ങളെ പിന്നാലെ ഓടിപ്പോകും. എവിടെ അറ്റം പോകാൻ പറ്റും അവിടെ അറ്റം പോകും. നമ്മളെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് ഓടും. അങ്ങനെ ഞെട്ടിച്ച് നമ്മളെ അടുത്തെത്തുമ്പോൾ ഒരൊറ്റ ഞെട്ടിച്ചോടല. നമുക്ക് പിടി തരുകയില്ല, ഓടണം. ഓനെ കൊണ്ടുപോകാനും രാവിലെയും വൈകുന്നേരം ഒക്കെ ഞാൻ ഒപ്പം നടക്കാൻ കൊണ്ടുപോകും. പക്ഷെ ലീസ് വലിച്ചുകൊണ്ടാണ് പോവല്. എത്ര പിന്നോട്ട് വലിച്ചു കഴിഞ്ഞാലും നമ്മളെ വലിച്ചിട്ട് മുന്നോട്ട് ഓടുക. അമ്മയൊക്കെ വിടലുണ്ടായിരുന്നു, അമ്മേനൊക്കെ വലിച്ച് തള്ളിടും. പിന്നെ മറ്റേ പ്രോ കോളർ അങ്ങനെ ഒരു കുത്തുന്ന ടൈപ്പ് ഉണ്ടല്ലോ, വലിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഇല്ലാത്ത സമയത്ത് പിന്നെ അമ്മ അതിട്ടാണ്ട് കൊണ്ടുപോകും. എന്നാലും വലിയ തന്നെയാണ്, അതിലൊന്നും വലിയ വ്യത്യാസം ഓനില്ല. പറഞ്ഞാൽ കേൾക്കാൻ ഭയങ്കര മടിയാണ്. ഈ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം പറയുമ്പോൾ തന്നെ മൂടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം ഇങ്ങനെ നോക്കും. പക്ഷെ ആണ്ട് ഇരിക്കൂല, കാലൊക്കെ ഇങ്ങോട്ട് വളയും, പക്ഷെ നിലത്താണ്ട് വെക്കൂല വേക്ക്. പിന്നെ നമ്മൾ നീച്ച് വന്ന് കൈ ഓങ്ങണതിലൊക്കെ കാട്ടി കഴിഞ്ഞാലാണ്ട് ഇരിക്കും. പിന്നെ നമ്മളാണ് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ അടുത്തു കൂടി ഇപ്പോൾ കുട്ടികൾ പോവുകയാണെങ്കിലൊക്കെ മുന്തേമേലൊക്കെ നക്കാൻ നോക്കുക, മേലേക്ക് കയറാൻ നിൽക്കുക. അടുത്ത ആളുണ്ടെങ്കിൽ ഓടി വരികയാണെങ്കിൽ അയാളെ മാറിപ്പോവാനല്ലോ നോക്കുക, അയാളെ മേലേക്കിട്ട് ചാടി കയറുക. കളിക്കുകയാണ്, കടിക്കാനൊന്നല്ല. കുട്ടിയായാലും മേലേക്കിട്ട് കയറാൻ നോക്കുക. ഇപ്പോൾ കുട്ടികളൊക്കെ പോകുമല്ലോ, ഏട്ടൻ്റെ കുട്ടി വീണ് ആകെ മുട്ടുങ്ങാലൊക്കെ കേടുവന്നു. ഓടിണ്ട് വന്നിട്ട് ആളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ സൈഡിൽ കൂടി ഓടണ്ടാവുന്നില്ല, അതിൻ്റെ മേലേക്ക് അവിടെ കുത്തിയാണ് തള്ളിയിട്ടാണ്ട് ഓടും കുട്ടികളൊക്കെ. കളി ഭയങ്കര കൂടുതലാണ്. കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആക്കാൻ പറയുമ്പോൾ ഫ്രീ ആയി പോയിക്കോട്ടെ, എവിടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഹോൾഡായിട്ടിരിക്കണം. അതിനുള്ള എല്ലാ വക ടെക്നിക്കും ഇവിടെ അങ്ങനെ ഡോഗ് നടന്നില്ലെങ്കിൽ ട്രീറ്റ് ഒറ്റ സാധനം നമ്മൾ കൊടുക്കില്ല. ഇവിടെ ട്രീറ്റ് എടുത്തിട്ടുള്ള പരിപാടിയിലും ഒന്നുമില്ല. ഡോഗ്സിൻ്റെ ഇടയിലും എവിടെയൊക്കെ നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യണം അവിടെയൊക്കെ ചേട്ടാ കൊണ്ടുപോയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ ഓക്കെ, ഇനി നിനക്ക് ആ സിസ്റ്റം ഇങ്ങോട്ട് പഠിപ്പിച്ചു തരും, പറഞ്ഞു തരും, ഇതെങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അത് നമുക്ക് വന്നിട്ട് നോക്കാമല്ലോ. ഇത് ആൾക്കാർക്ക് പലവർക്കുള്ള സംശയമാണ്, അത് കണ്ട് മനസ്സിലാക്കാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത്. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ എന്തിനാണ് അവരുടെ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എന്ന് പലവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. പക്ഷേ പല ആൾക്കാർക്കുള്ള ഒരു സംശയമാണ്, 1 വയസ്സ് 2 വയസ്സിന് ശേഷം ഡോഗ്സ് അവരുടെ ബിഹേവിയറിങ് ചേഞ്ച് ചെയ്യുമോ, അത് ചേഞ്ച് ചെയ്താൽ അധിക സമയം നിൽക്കും, ചേഞ്ച് ചെയ്ത് കണ്ടിന്യൂസ്ലി നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരെ ഓണർക്കടക്കം ഈ ഒരു ദിവസം കൊണ്ടോ ഒരു സെഷനിൽ കൂടെ കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സിൽ കൂടെ അവരെ ഓണർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അതെല്ലാം പൊതുവെയുള്ള ഒരു സംശയമാണ് എല്ലാ ഡോഗ് ലവേഴ്സിനും ഡോഗുള്ള ആൾക്കാർക്കുമൊക്കെ. അപ്പോൾ അതിനൊരു ഡെഫിനീഷൻ എന്ന പോലെയാണ് നമ്മൾ ഇതിട്ടത്. ഇവൻ മലയാളിയും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മുംബൈയിലാണെങ്കിലും കേരളത്തിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ള ഡോഗ്. നമ്മളതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി, അവൻ്റെ ബിഹേവിയറിങ് ഇഷ്യൂസുകളൊക്കെ മനസ്സിലാക്കി. ഈ ഒരു സംസാരത്തിൽ കൂടെ നമ്മൾ ആദ്യം അവർക്ക് കൊടുക്കുന്നത് ഒരു കോൺഫിഡൻസാണ്. നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ ഒരു കാര്യം ചെയ്യണതിന് മുമ്പ് നമുക്കൊരു കോൺഫിഡൻസ് വേണം, ഇത് സക്സസ് ആവും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഡബിൾ മൈൻഡിൽ ഈ ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും അത് സക്സസ് ആവില്ല. അപ്പോൾ അവിടെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ഡൊമിനൻസിയാണ്, നമ്മുടെ കോൺഫിഡൻസാണ്. അതുകൂടിയാണ് മറ്റൊരാൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക. ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അറിവും നമുക്കാണുള്ളത്. അപ്പോൾ ആ ഒരു അനലൈസേഷൻ നല്ല രീതിയിൽ ചെയ്ത് ആ ഒരു ഫസ്റ്റ് സെഷൻ നല്ല സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് കൊടുത്ത കോൺഫിഡൻസും ഈ ഒരു കോൺഫിഡൻസും എടുത്ത് അവരത് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസിലും നമ്മൾ ആദ്യം തന്നെ ഈ ഡോഗിന് ഡിസ്ട്രാക്ഷനുള്ള മെയിൻ സ്ഥലങ്ങൾ അതെവിടെയൊക്കെയാണ്, അതായത് ഡോഗ്സുകൾ, വണ്ടി, ചെറിയ കുട്ടികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ
ഇവനെ എക്സസൈസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അഡ്വാൻസ് കമാൻഡുകൾ എന്താ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇന്നപ്പോൾ നമുക്ക് ഒരു 2 ബോയ്സും കൂടി വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു സെഷനിന്. ഇന്നത്തെ നമ്മുടെ ഒരു 1 ഡേ കാട്ടിത്തരാം നമ്മളും വായിക്കൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവർ മുംബൈയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു ഡോബർമാനും ഒരു റോട്ട് വില്ലറാണ്. ഇന്ന് ഗാലറി മുഴുവൻ ഫുള്ളാണ്. പിള്ളേരൊക്കെ സൺഡേ കാരണം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 1 ഡേ ഫ്രീ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ये बच्चे लोग भागेगा ना, इसका प्रॉब्लम पूरा लिखा है हमें। लिखा नहीं, बताते एक एक बताते हैं। बच्चे लोग आवाज़ करेगा, भागेगा, ये पीछे भागता है। बड़ा इंसान भागेगा तो पीछे भागता है, पकड़ता है जाके। നല്ല ഡോബർമാൻ അല്ലേ? दूसरा, ये कोई भी मिलने को आया, जैसे आप मेरे से बात करना है, सीधा जंप करके उसका गला मिलता है, पर वो सीधा ऊपर जाता है गले मिलने। वो सामने वाला डर जाता है, गिर जाता है ऐसा। इसको कोई आता है तो ग्रीट करने नहीं आता इसको। अबे कब ये बाहर गाड़ी का नहीं आता, मालूम है इसको। गाड़ी आता जाता है नहीं देखता है। इसका बॉल से खेल नहीं सकता है। बॉल फेंकेगा, जाएगा, लाएगा, देगा नहीं, मुंह से छोड़ेगा ही नहीं। 2 बॉल लेके जाता है। टेनिस बॉल आता है ना, 2 बॉल मुंह में लेके भागता है एक साथ। तो फिर उसको पत्थर फेंकता है। पत्थर फेंको। हाँ, पत्थर फेंकता है, उठाता है, छोड़ के आ जाता है। अबे 1 नहीं समझता। ये क्रॉस करने टाइम गाड़ी नहीं देखता। पट्टे में भी रहेगा तो एकदम से जाएगा, इसको समझाना मतलब गाड़ी आ रहा है घर में, मतलब पट्टे में भी लेके जाएगा ना। ये चीज को सीधा चलना है, क्रॉस करना है, इधर नहीं देखना, इधर नहीं देखना। उसको ट्रैफिक नहीं समझता। 4-5 जाए नहीं, ये जाएगा, वो स्ट्रीट डॉग भाग जाएगा। इसको कैसा है, इसको डॉग से डर नहीं है। बीच में 6-7 डॉग था, वो भगा के लेके गया अंदर, लेकिन रिकॉल में वापस आ जाएगा। दूसरा डॉग को बुलाता है, बच्चों के साथ। ऐसे नहीं। वो अभी देखा तो एकदम से, मतलब देखना नहीं है उसको। उसको देखा और उसने देख लिया तो पकड़ेगा, बच्चा हो बड़ा हो कोई भी ऐसा। पहले किसी को अभी देखो ये है ना, एक भी बच्चे को भागने को बोलो, ये पीछे जाएगा, काटेगा नहीं, पकड़ेगा, काटेगा नहीं। पर कैसा है, इसका डर से वो बच्चा भाग गिर जाएगा। ए, लो। और पैर जमीन पे ऐसा चल के खींचेगा, नहीं वो बिल्ली को मारने जाएगा। नहीं, बिल्ली को भगा के ही जाएगा, मानेगा वो, उस टाइम रिकॉल नहीं काम आएगा। बिल्ली भाग गया फिर बुलावा आ जाएगा। हाँ, बिल्ली से बहुत बहुत एग्रेशन है बिल्ली से। का एक्शन हुआ तो अलर्ट हो गया। इधर देखो ना, भैया के हाथ में देखो ना, भैया के हाथ में देखो ना, और किधर देखो, कुत्ता नाटक इधर ही देखो, कुत्ता ने देखे तो भैया मत भैया इसको ऊपर बिठा के एक राउंड घुमा के आज होली अरे तुम्हारी तो ये आवाज़ से बच्चे के एकदम एक्साइट होता है, भाग गए। और देखो ना सर, बिहेवियर चेंज हो गया, अभी आवाज़ निकाल रहे थे लड़की लोग। तो मेरा भाई का ऑपरेशन हुआ तो पूरा फैमिली हॉस्पिटल में था। वो बच्चा लोग इसको ऐसा ट्रीट किया, बच्चा लोग को अक्ल नहीं है, 10-12 साल का है, गायब हो गई तो जाए मुंह में हाथ डाल, ये डाल, वो डाल। ये भी ऐसा ही था। ये दोनों पहले नहीं करता था बच्चा लोग के साथ। और ये फिर वो बच्चे लोग को, फिर वो कैसा, कोई बच्चा है फ्रेंड को बुला लिया, फिर ये ऐसा गया, वो चिल्ला रहा है, इसको फिर मज़ा आ रहा है। कोई बच्चा डर के चिल्ला रहा है, इसको मज़ा आ रहा है और जाने को, उसको काटने नहीं जा रहा है, पर उसको मज़ा आ रहा है, अंदर से वो रिलीज हो रहा है। तो अभी कोई बच्चा चिल्लाए तो इसको अच्छा लगता है, पीछे भागता है उसके। ये बहुत हाई एनर्जेटिक, हाँ, बहुत हाई वोल्टेज। उसको एनर्जी रिलीज करने के कुछ गेम चाहिए, बट बॉल लेके हमको वापस दे, ये तो वापस नहीं दे रहे ना वो। ये सिखाऊंगा ना मैं। हम वो दे दे तो बहुत अच्छा है। देने को। और दूसरा क्या मालूम है, मैं रोड पे भी छोड़ता है, कोई जगह पे गाड़ी नहीं चलता है, पर डर क्या है, अभी गाड़ी के बीच में भी हम छोड़ के दिखाऊंगा आपको।
कैसे से मैं एक इसका भी डॉबरमैन है पर इसका ऐसा कि कोई फिर किसी को पीछे गाड़ी देखता और नहीं दूसरे डॉग को साथ ही रखो मैं मेरे अबे आने दो आने दो आने दो चुप बुलाओ अबे गुड अब शुरू करो को भाग भाग वापस बुलाओ अबे चुप पुश बोलो ए हाथ ऐसा नहीं ना सिट बोलो हाथ ऐसा नहीं करना हाथ की ये कुछ नहीं ഈസി आपको हैंडलिंग कर सकते बट इतने ഈസി नहीं होता ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി കൊടുത്തോളം ഫസ്റ്റ് ഉണ്ടായിരുന്ന ഡോബർമാൻ്റെ ബിഹേവിയറിങ് പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് 80% ഉണ്ട്. പക്ഷേ കുട്ടികളുടെ അടുത്ത് കുറച്ചും കൂടി ഡിസ്ട്രാക്റ്റഡ് ആണ്. വേറെയുള്ള ഡോഗ്സിൻ്റെ അടുത്ത് കുറച്ച് അഗ്രസീവാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ वो നോക്കാം. कंट्रोल होगा ना नहीं वो रुकाओ 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 उसको रुकाओ वो एग्रेशन में आ रहा है गुड रा വെരി നൈസ് ഡാ ഗുഡ് അപ്രീഷിയേറ്റ് ചെയ്താ ഇവിടേക്ക് എടുക്കറ वो एग्रेसिव शकल से दिख रहा है सिट बोलो ब्रो सेट सिट सेट हाथ से नहीं टच करना सिट और सेट एक बार पोजीशन चेंज करो क्यों सिट सेट गुड यस गो फ्री भागता वो बहुत भागता भागने के पागल है गुड बॉय ये भी आ रहे ഡാ ഒന്ന് സൂമീത് അടിച്ച് കാട്ടി കൊടുക്കറ പിള്ളേര് ഫുള്ള് പറഞ്ഞു കൊടുക്ക് अच्छा लग रहा है ये भी अच्छा है इसका भी ईयर क्रॉपिंग करना चाहिए था वो इसके लिए नहीं कर रहा है कभी कभी इन लोगों को नुकसान होता है फंगस लग गया तो प्रॉब्लम हो जाएगा ये 2 साल होने वाला है होल्ड आकिया रहा सिट पर चुप पुश സിറ്റ് करना ബോഡി में ടച്ച് ചെയ്യല്ലേ ടച്ച് ചെയ്യാണ്ട് കാലുകൊണ്ട് മാത്രം ഒരു തട്ട് ആ ഓക്കെ നീ ഇപ്പുറത്ത് കൂടെ വാ വെള്ളത്തിന്റെ ഭാഗ്യ അവിടെ ഭാഗ്യ സ്റ്റേ സ്റ്റേ നഫ് പുഷ് ഏയ് നഫ് 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 ഏയ് നഫ് Hey, Nuff! Nuff! Hey, Nuff! 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 Hey, Nuff! आप उधर जाओ. Hey, Nuff! Robert, come. Robert. Robert, come. ഇപ്പോൾ അദ്ദേഹം കണ്ട റിക്വസ്റ്റ് ചെയ്യാണ് ഡോഗിൻ്റെ അടുത്ത്. ഇങ്ങനെ ഡൊമിനൻ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഡൊമിനൻ്റ് ആയിട്ട് തന്നെ അവരെ റീകോൾ ചെയ്യണം. Robert, come. Nuff! Push! Hey, No. sit. Sit करना. Sit. Sit. Body touch कर. Sit. Sit. बस रुको. Sit करना. Touch ചെയ്യണ്ട. ഇന്ന് നമുക്ക് ഇവരുടെ രണ്ടാളെ സെഷനിലും സോഷ്യലൈസേഷനും ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡോഗുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവരെ കൺട്രോൾ ചെയ്യാം, ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ഡിസ്ട്രാക്ഷൻ, എനിമൽ ഡിസ്ട്രാക്ഷൻ, ഡൊമിനൻ്റ് ഡോഗ്സിൻ്റെ ഡിസ്ട്രാക്ഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഇവരെ ഓണേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കാം. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡോഗ്സ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ പോയിട്ട് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ये डोमिनेंट है ये बहुत डराएगा उसको। തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. और ये डोमिनेंट वो रॉटवाइलर को दबाता है നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ വയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്കിപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. अबे അപ്പോൾ അത് നല്ല ഗുണമായിരിക്കും ഭാവിയിൽ അവർക്ക് ഈ ഒരു പ്രോബ്ലംസുകൾ വരുന്ന സമയത്ത്. मैं बोला ना ये पहला नहीं करेगा बट ये करेगा ना. पर इसका और उसका फाइट होता है रोड में. हाँ इसका कैसे तू बाहर क्यों आया, तेरे को घर में रहने का है. बट उसका बैक बहुत वीक हो गया ना. तो स्विमिंग से ठीक हुआ तो उसमें अंदर एग्रेशन आ गया. Robert! 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 आप इधर आ जाओ मेरे साथ.
सिट बोलो Bobby, quick. Bobby, इधर बोलो सिट Bobby, come. सिट बोलो Sit. इनफ क्विक पाउस पाउस बोलो तो स्टे ഈ റോട്ട് വില്ലറും ഡോബർമാനും ഒരുമിച്ച് തന്നെ ഒരു വീട്ടിൽ തന്നെയുള്ളതാണ്. ഈ റോട്ട് വില്ലർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അഗ്രഷൻ, എനിമൽ അഗ്രഷൻ, വെഹിക്കിൾ ഡിസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. उसको नहीं बुलाना, ये पकड़ लेगा और आपस में झगड़ा होता है, डर लगता है बहुत, क्योंकि वो इतना है एग्रेसिव. ഒരു ദിവസം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട്. ഇവിടെ നാസിക്കിലാണ് ഒരു സ്ഥലം. അപ്പോൾ ഒരു തലേ ദിവസം തന്നെ യാത്ര ചെയ്ത് പോകുന്നതാണ്. ഇവരടുത്തുനിന്ന് തന്നെയാണ് വന്നത്. പക്ഷേ ഇവരെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനും നമുക്ക് ഒരു ഉച്ച കഴിയാറായി. അതിൻ്റെ ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യത്തെ സെഷൻ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കത് കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെ അവരായിട്ടുള്ള ബ്രീഡും അതിൽ സിമിലറായിട്ടുള്ള അവരുടെ ബിഹേവിയറിങ്ങും ഒക്കെ വാച്ച് ചെയ്തിട്ട് അവരുടെ ഡോഗിൻ്റെ ബിഹേവിയറിങ്ങും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും അതിന് കൂടുതൽ മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ ഇവരത് സഹായിക്കും. പക്ഷേ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നാണ് അവരെന്നോട് പറഞ്ഞത്. വളരെയധികം എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരെയും കൊണ്ടിട്ട് ഒരു ഓഫ് ലീഷ് വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അവർ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ബ്രദർ ഞങ്ങൾക്ക് ആവശ്യമില്ല ഓഫ് ലീഷ് റോട്ട് വില്ലർക്ക്, കാരണം ഇവിടെ അത്രയധികം പ്രോബ്ലംസുകളാണ്, ഞങ്ങൾക്ക് മാസ്ക് ഇടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നാൽ മതി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മാസ്ക് ഇവൻ്റെ സൈസിന് പാകാവുന്നില്ല. ഇവനൊരു സെർബിയൻ ടൈപ്പ് റോട്ട് വില്ലറാണ്, ഭയങ്കര ഹെവിയാണ്, ഇവൻ്റെ ജനറ്റിക്കൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നോക്കണം. ജർമ്മൻ ലയൺസും അതാണ് അവൻ്റെ ഹിപ്പിനും ഇത് ലെഗിനൊക്കെ വളരെ പ്രോബ്ലം. അതൊക്കെ ബ്രീഡർമാരിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ബ്ലഡ് ലൈനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓണേഴ്സ് അതിനുള്ള പ്രിക്കോഷൻസുകൾ എടുക്കേണ്ടതാണ്. എക്സസൈസ്, മൾട്ടി വിറ്റാമിൻ, കാൽസ്യം അതൊക്കെ അവർക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ. അപ്പം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഡോബർമാൻ നടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ അവനെ കൊണ്ടിട്ട് മെയിൻ റോഡുകളിലോട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവരെ അനിയനായിട്ടുള്ള ബ്രദറിനെയും കൊണ്ടിട്ട് പോയിക്കോളാനാണ് ചേട്ടൻ ബ്രദർ പറയുന്നത്. അങ്ങനെ നമ്മൾക്ക് ഇവരെ മൂന്നാളെയും കുറച്ചൊന്ന് വാക്ക് ചെയ്ത് കുറച്ച് കോൺഫിഡൻസൊക്കെ ഇവർക്ക് വന്നതിന് ശേഷം നമുക്ക് ബ്രദറിനെയും കൊണ്ടിട്ട് ഒന്ന് മറ്റേ ഡോബർമാൻ്റെ ചെയ്തില്ലേ നമ്മൾ, ബ്രൗൺ കളർ ഡോബർമാൻ. അപ്പോൾ അവൻ്റെ പോലെയുള്ള ഒരു എക്സസൈസ് നമുക്ക് ചെയ്യാം, മാർക്കോര പോലെയുള്ളത്. അപ്പോൾ സൗണ്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ട്, ചെറിയ കുട്ടികൾ ഡിസ്ട്രാക്ഷൻ ഉണ്ട്, വെഹിക്കിൾ ഡിസ്ട്രാക്ഷൻ ഉണ്ട്. ഇത് മൂന്നും അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്ത്, അപ്പോൾ ലീഷ് നമ്മുടെ ചെക്കൻ പോയിട്ട് വാങ്ങാൻ പോയപ്പോഴും അവരെ ബ്രദർ പറയണ വേണ്ട, അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയല്ല, അതായത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് ഡോഗ് ബൈറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളെ കാണുന്നത് ഇപ്പോൾ മാത്രമാണ് ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ആ ഒരു ഡോബർമാൻ്റെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടി മോർ ദാൻ കോൺഫിഡൻസ് ആവും. ഈ ഒരു സെഷനിലൂടെയും മോർണിംഗ് വന്നിട്ടുള്ള ഡോബർമാൻ്റെ ഓണറും കൂടിയും പറഞ്ഞപ്പോൾ ഇവർക്ക് ആ കോൺഫിഡൻസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് ഒരു ബ്രദർ നമ്മളോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ട്രെയിൻ ചെയ്ത് നിങ്ങൾ എടുക്കുന്നത് ആ ബ്രൗൺ ഡോബർമാൻ്റെ ഒക്കെ. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നടക്കുന്നതാണ് പറഞ്ഞത്. അതായത് അവർക്കാണ് വിശ്വാസം വേണ്ടത്. നമ്മൾ രണ്ട് മനസ്സോടു കൂടി ഒരിക്കലും ഇത് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. ഇത് ലൈഫ് സ്റ്റോക്കാണ്, ഇമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ആയിട്ടുള്ള ബ്ലഡ് ലൈൻ ഡോഗ് ബ്രീഡ്സാണ് ഇവരെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ IQ ലെവലും അതിൻ്റെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ് കൂടി നമുക്ക് അനലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്ഷൻ പോലെ തന്നെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോഗ് റിക്കവർ ചെയ്ത് വെരി ഗുഡ് ബിഹേവിയറിംഗ് ആയിട്ട് വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാണ്ടും നമ്മുടെ കോൺഫിഡൻസിനനുസരിച്ച് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഇവരെ ഡോഗിനെ കറക്റ്റാക്കിയിട്ട് എടുക്കാനും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ഡേയ്സിലും ഇതവർക്കൊരു പ്രചോദനം, ഇന്ധനം പോലെ പ്രവർത്തിക്കും. പിന്നെ ഇത് കണ്ടിന്യൂ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ പ്രൊസീജിയർസ് കൂടി തന്നെ അവരത് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോൾ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ അവർ കണ്ടറിയേണ്ടതാണ്. അത് ഡിപ്പെൻഡ് ഓഫ് ഏജ് ആണ്. ഇപ്പോഴും ഇതിലുള്ള ഒരു ബ്രീഡ്സും മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ജർമ്മൻ ബ്രീഡ്സാണ്, സെർബിയൻ ലൈനേജ് ഡോഗ്. എന്നിരുന്നാലും അതിലൊരു ജർമ്മൻ ലൈൻ ഉണ്ട്, അതിൻ്റെ ജെനുവിൻ
നൈറ്റ് ജർമ്മനി ആയ കാരണമുണ്ട്. അപ്പോൾ ഇവരൊരു 3.5 ഇയർ എടുക്കും മെച്യൂരിറ്റി ആവാൻ. അതിനേറ്റവും മുമ്പ് നല്ലൊരു ഡോഗ് ട്രെയിനർ ചെയ്യുന്നു, ഒരു ഡോഗ് ബിഹേവിയറിസ്റ്റ് ചെയ്യുന്നു, ഡോഗിന് ആദ്യത്തെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം 2-3 ട്രെയിനിങ് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഇവരെ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ടുള്ളത്. 2-3 ട്രെയിനേഴ്സ് വീട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കും മുമ്പ് ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗുകളെ ട്രെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. വളരെ ടഫാണ്. ആദ്യമായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിലും 2-3-5 ഇയർ വരികയാണെങ്കിലും നോ പ്രോബ്ലം. പക്ഷെ വേറൊരു ട്രെയിനർ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോഗിൻ്റെ ബിഹേവിയറിങ് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ബ്രീഡാണെങ്കിലും അതിൻ്റെ ബ്ലഡ് ലൈൻ, അതിൻ്റെ ഏജ്, അത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഓഫ് ലീഷ് ട്രെയിനിങ്ങിലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ഡോഗ് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നടന്നാലും പുറത്തുനിന്നുള്ള പല ഡിസ്ട്രാക്ഷനുകൾ വരാം. പെട്ടെന്ന് തന്നെ ഓഫ് ലീഷ് നടക്കുന്നത് കാണുമ്പോൾ ചില ആൾക്കാർ പേടിച്ച് നന്താളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. അതെല്ലാം ഡോഗിൻ്റെ ബിഹേവിയറിങ്ങിന് മാറ്റങ്ങൾ വരിക. ഒരു മൃഗം നോക്കിക്കാണുന്ന രീതി വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ ഒന്ന് സോഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഓണർക്ക് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ ട്രാഫിക്കിൽ എങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് മുമ്പ് അഡ്വാൻസ് എന്ത് കമാൻഡാണ് പറയേണ്ടത്, നമ്മുടെ ഹെഡ് എങ്ങനെയാണ് വയ്ക്കേണ്ടത്, നമ്മുടെ ബോഡിയിലെ ലാംഗ്വേജ് തന്നെ എങ്ങനെ മാറ്റണം, എങ്ങനെ വോയിസ് കൊണ്ട് അപ്രിഷ്യേറ്റ് ചെയ്യണം, വോയിസ് കൊണ്ട് എങ്ങനെ ഡീമോട്ടിവേഷൻ ചെയ്യണം, വോയിസിൻ്റെ വേരിയേഷന്മേ ഡോഗിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം, പിന്നെ പർട്ടിക്കുലറായിട്ട് അവരാ ബ്രീഡിന് ഉള്ളൊരു പ്രത്യേകത, സ്പെഷ്യലായിട്ട് അവരാ ഡോഗിന് മാത്രമുള്ളൊരു പ്രത്യേകത. അതായത് ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് കേട്ടോ. പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഡോഗ് കൺട്രോളിൽ നിൽക്കില്ല എന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് പൂച്ചേനെ കിട്ടിയിട്ടില്ല. ആരും പേടിക്കണ്ട, നമ്മൾ ഇവരെ വീട്ടിലോട്ട് പോയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ഒരു 4 ഡേയ്സിൻ്റെ. ഈ ഒരു സിറ്റിങ്ങിൽ ഇവർക്ക് വന്ന വിശ്വാസമാണ്. ഒരു 5 ഡേയ്സ് അവരെ വീട്ടിൽ വന്ന് നിന്നിട്ട് കുറച്ച് വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിൽ വെച്ചിട്ടാണ് ആ ബൈറ്റ് കഴിച്ചത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കോമ്പൗണ്ടൊക്കെ ഉള്ള ഒരു വീടാണ്. അതുകൊണ്ടാണ് റോട്ട് വീലറിന് ഓഫ് ലീഷും വേറെ ഒന്നും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവിടം വരെയുള്ള പോയിട്ട് നമുക്ക് നോക്കുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നോർമലി അവരെ വാക്കിങ്ങിന് കൊണ്ടുപോകാൻ, പോട്ടി ചെയ്യിപ്പിക്കാം. അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് തന്നെ വല്ല ആൾക്കാർ വന്ന് ഉണ്ടാവണം ബൈറ്റിൽ നിന്നൊക്കെ എങ്ങനെ നല്ല രീതിയിൽ അവരെ മാറ്റിയെടുക്കാം, ബോൾ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെക്ഷനിൽ. ഇനി ബോൾ റിട്രീവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്, എക്സസൈസും പ്രാക്ടീസാണ് നമ്മൾ ചെയ്യിക്കാൻ പോണത്. നമ്മൾ ഡെമോ ഡോഗായിട്ടുള്ള വാഗ്യാനിയും കൂടിയും കൂട്ടുന്നുണ്ട്. കാരണം ഡോഗ്സുകൾ നമ്മുടെ കയ്യിലൊക്കെയുള്ള ഡോഗ്സുകൾ കണ്ടുണ്ടാവും, ബോൾ എടുത്ത് കളിക്കും, കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ അതങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകും. ഫസ്റ്റ് 1-2 വട്ടം കൊണ്ടുതരും, പിന്നീട് അവരേതായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ അവിടെ പോയിട്ട് എടുക്കണം. അതെടുക്കാൻ പോകുമ്പോൾ അവർ അതും കൊണ്ടിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതൊരു ഗെയിമാണ് അവരുടെ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അത് റിട്രീവ് ചെയ്ത് 2 ബോൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഡെമോ ഡോഗ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാം. ആ ഒരു സിസ്റ്റമാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അവർക്ക് ക്ലിക്കർ, കോളർ, അഡ്വാൻസ്ഡ് ക്ലിക്കിങ് അങ്ങനെയൊക്കെയുള്ളത്. ക്ലിക്കറിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെത്തേഡുകളൊക്കെ പഠിച്ചെടുക്കാം. ലൈഫ് ലോങ് നമ്മുടെ സേവനം അവർക്ക് അവൈലബിൾ ആണ്. ഒരു വട്ടം നമ്മുടെ അടുത്തോട്ട് ട്രെയിനിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. നിങ്ങളുടെ ഡോഗിനുള്ള ബിഹേവിയറിങ് പ്രോബ്ലംസുകൾ എന്താണെന്ന് നിങ്ങളിത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡോഗ്സുള്ള ഫ്രണ്ട്സിനും ഡോഗ്സിനെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും എല്ലാം ഈ വീഡിയോസുകൾ ഷെയർ ചെയ്യുക. റിട്രീവിങ്ങിൽ തന്നെ പലതരം ബിഹേവിയറിങ് കാണിക്കുന്ന ഡോഗ്സ് ഉണ്ട്. അതായത് റിട്രീവ് ചെയ്യുന്ന ബോൾ കൊണ്ടുതരാത്ത ചില ഡോഗ്സുകൾ കുറച്ചേരം ഗെയിം ഓണായി കഴിയുമ്പോൾ പിന്നീട് ആ ടോയ് തരാണ്ടിരിക്കുക, റീസോഴ്സ് ഗാർഡി. ഇപ്പോൾ ഇവരൊക്കെ യങ്ങായിട്ടുള്ള ഡോഗ്സ് ആയതുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസുകൾ എടുക്കണ്ട. റീസോഴ്സ് ഗാർഡിങ് ഇവരെ ക്യാരക്ടറിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം അതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മറ്റേ ഡോബർമാനും കൂടി വന്നിട്ടുണ്ട്. അവരെ നമ്മളൊന്ന് രണ്ടാളെ ഒന്ന് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ ബ്ലാക്ക് ഡോബർമാൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണ്ട, അധികം ഞങ്ങളുടെ കോമ്പൗണ്ടിലും ഞങ്ങളുടെ പേഴ്സണിലും ഓരോരുത്തർ ഓരോ ടൈപ്പാണ്. ഓരോ ഡോഗുകൾ ഓരോ ടൈപ്പ് പോലെ, ഓരോ ഓണേഴ്സും ഓരോ ടൈപ്പ് പോലെയാണ്. നോ പ്രോബ്ലം. നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടണമെങ്കിൽ അവർ പറയണം പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റിട്രീവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ്
റിട്രീവ് ചെയ്ത് കൊണ്ട് തരാത്തത്? അതിനുള്ള കാരണം എന്താണ്? നെക്സ്റ്റ് വർക്കൗട്ടുകൾ എന്താണ് ചെയ്യേണ്ടത്? വാഗ്യേനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടും റീകോൾ ചെയ്യിപ്പിച്ചിട്ടും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കാട്ടി കൊടുക്കേണ്ടവർക്ക്. എപ്പോഴും ഡോഗ്സായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഡോഗ്സിനെ ആദ്യമായിട്ട് വെള്ളം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കുളിപ്പിക്കുമ്പോൾ, വണ്ടികൾ, എല്ലാ കാര്യത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അവരെ ഓണർ ഇപ്പോൾ അവിടെ പോയിട്ട് ആ ബോൾ എടുത്തില്ല, അതൊരിക്കലും നല്ല കാര്യമല്ലായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ, കറക്ഷനുകൾ, അതെല്ലാമാണ് അവർക്ക് നെക്സ്റ്റ് പ്രാക്ടീസിലൊക്കെ ഇപ്പോഴും നമ്മളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഫ്യൂച്ചറിലോട്ടും. मैं आपके हर वीडियो में रहती अभी हटाओगे? ചെറിയ പിള്ളേർ നമ്മുടെ അടുത്തോട്ട് വരണമെന്ന് പറയാണ്, വാഗ്യാരുടെ അടുത്തോട്ട് വരണമെന്ന് പറയാണ്. ഈ സമയത്ത് ഇവൻ്റെ റിട്രീവിങ് നടക്കുമ്പോൾ തന്നെ ബ്രൗൺ ഡോബർമാൻ ഏർലി മോർണിംഗ് വന്ന ആൾ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെക്കൻ മലയാളിയായി കാരണം നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് അവനെ കൺവിൻസ് ചെയ്തു. അപ്പോൾ അവ പേടിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അപ്പുറത്ത് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. भैया कहना कम ചെറിയ കുട്ടികളുടെ അടുത്ത് അവർ കൂടുതലായിട്ട് പ്രവോക്ക് ആവണതിൻ്റെ കാരണം അവരുണ്ടാക്കുന്ന സൗണ്ട്, അവരുടെ മൂവ്മെൻറ്റ്സ് ആണ്. അവർ കൂടുതലായിട്ട് മൂവ് ചെയ്യും, നല്ലോണം സൗണ്ട് ഉണ്ടാകും, അതെല്ലാം ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചെക്കന്മാരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡോഗ്സൊക്കെ ആയിട്ട് ഇടപഴകിയിട്ടുള്ള പിള്ളേരാണ്. നമ്മുടെ ഇവിടെയൊക്കെ ട്രെയിനിങ്ങിന് വരുന്ന ഡോഗ്സുകളും പല ആൾക്കാരും ഇവിടെ കൊണ്ടുവരണം. അവർക്ക് ഒരു പേടിയുമില്ല, അവർ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യും. നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ട്രെയിനിങ്ങിൻ്റെ ടിപ്സുകൾ, ഓരോ ഡോഗുകളെ നമ്മുടെ ഇവിടെ ഹോൾഡ് ചെയ്ത് പോകുന്ന ഡോഗ്സിന് തന്നെ അവർ ഓരോന്നിനും പോയിട്ട് ഓരോ ട്രീറ്റ് കൊടുക്കുക. അത് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരുപാട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു സെഷൻ അവരെ കംപ്ലീറ്റ് ചെയ്തു. റോട്ട് വില്ലറിൻ്റെയും ഡോബർമാൻ്റെയും ബിഹേവിയറിങ് വ്യത്യാസമാണ്. ഇവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഡിഫറെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസുകളാണ്. അതെല്ലാം നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പോൾ വിളിക്കേണ്ട ചുക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് നോക്കൂ. 2 വട്ടമാണ് ചുക്ക്. എപ്പോഴും നമ്മൾ ഡോഗിന് ഒരു കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം സൈലൻ്റ് ആയിട്ടിരിക്കണം. കം എന്ന് പറഞ്ഞാൽ കം എന്ന് പറയരുത്. സിറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റ് എന്ന് പറയരുത്. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ കൊടുക്കും, കുറച്ച് ടൈം അതിനെ റിയലൈസ് ചെയ്യാൻ കൊടുക്കും. നിങ്ങൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശരിയാക്കി വയ്ക്കും. നിങ്ങളുടെ വോയിസ് വീണ്ടും വരുത്താണ്ടിരിക്കും. ഡോഗിനെ ഒബ്സർവ് ചെയ്യൂ. ഡോഗ് ചലിച്ചുകൊണ്ടേയിരിക്കും. അതിനെ സ്റ്റേബിളാക്കാൻ നിങ്ങളുടെ ഐ കോണ്ടാക്ട് കൊണ്ട് ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ ഇവനെ കുറേ ഡോഗ്സുകളുള്ള സ്ഥലത്തല്ല എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ അവൻ ഒറ്റയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയണത്. അവരുടെ ഡോഗിൻ്റെ ബിഹേവിയറിങ്ങിനെ ഒരു പുസ്തകം പോലെ വായിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, എക്സ്പീരിയൻസ് ചെയ്ത്, അത് പ്രാവർത്തികമാക്കി കാട്ടി കൊടുത്താൽ അത് അവർ റിയലൈസ് ചെയ്യും. നല്ല രീതിയിൽ ആ ഒരു കോൺഫിഡൻസ്, പറഞ്ഞു കൊടുക്കുന്ന കോൺഫിഡൻസ് അല്ല, ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണത് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.